ഹോർമുസിൽ ചരക്കുകപ്പലിന് നേർക്ക് വീണ്ടും ആക്രമണം നടന്നതോടെ ഇറാൻ അമേരിക്ക സമാധാന നീക്കം പ്രതിസന്ധിയിൽ. വെളുപ്പിന് ഇറാൻ നഗരത്തിന് നേർക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ബഹ്റൈനിലെ US സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ തിരിച്ചടി നടത്തി. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട ഇറാന്റെ 2 ഡ്രോണുകൾ US സേന വെടിവെച്ചിട്ടതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിൽ ബദൽ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഹോർമുസ് നടത്തിപ്പിനുള്ള ഭാവി സംവിധാനം ഒരുക്കാൻ ഒമാനുമായി ചർച്ച നടത്തുമെന്ന് ഇറാനും അറിയിച്ചു. ഇക്കാര്യത്തിൽ മേഖലയിലെ അയൽ രാജ്യങ്ങളുടെ കൂടി അഭിപ്രായം ആരായുമെന്നും ഇറാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കി. US മധ്യസ്ഥതയിൽ രൂപം നൽകിയ ഇസ്രായേൽ ലെബനൻ കരാർ അംഗീകരിക്കില്ലെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, ഇതിപ്പോൾ ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകിയതാണ്. പിന്നീട് അതിൻ്റെ ഒരു ലംഘനം ഉണ്ടായത് ഏത് പോയിന്റിലാണ്, ആരാണ് അതിൻ്റെ ലംഘനം നടത്തിയത് എന്നൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഈ ചരക്ക് കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് ഇറാനാണോ അതോ മറ്റേതെങ്കിലും ശക്തികളാണോ എന്നാലും സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് MCA? സൈഫുദ്ദീൻ, കാലുഷ്യത്തിൻ്റെയും ആശങ്കയുടെയും മണിക്കൂറുകളാണ് ഇപ്പോൾ പിന്നിടുന്നത്. കാരണം ഈ ഒരു ധാരണാപത്രം അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ രൂപപ്പെട്ടതോടുകൂടി ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച സംഘർഷത്തിൽ വലിയ തോതിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമസ് സ്വതന്ത്ര കപ്പൽപാതയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് അടുത്ത 2 മാസത്തേക്ക് നിലനിൽക്കുമെന്നും ഒരു വിധത്തിലുള്ള ആക്രമണങ്ങളോ ഭീഷണികളോ തങ്ങളുടെ ഭാഗത്തുനിന്ന് പരസ്പരം ഉണ്ടാകില്ല എന്നുകൂടി ഈ ധാരണാപത്രത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയും ഇറാനും ഒപ്പുചാർത്തിയിട്ടുള്ള വ്യവസ്ഥകളിൽ വളരെ എടുത്തു തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം 2 ദിവസം മുമ്പ് ഒരു എണ്ണക്കപ്പലിന് നേരെ ഹോർമുസിൽ ആക്രമണം നടക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് കാര്യമായിട്ടുള്ള നാശനഷ്ടം സംഭവിക്കുന്നു. സിംഗപ്പൂർ പതാക വഹിച്ച ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ ഇറാൻ ഹോർമസിനോട് ചേർന്നിട്ടുള്ള ഇറാൻ പ്രദേശങ്ങളിൽ അമേരിക്കൻ സേനയുടെ ആക്രമണം നടക്കുന്നത്. പ്രധാനമായിട്ടും ഡ്രോൺ, അതോടൊപ്പം തന്നെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ടവറുകൾക്ക് നേരെയുമായിരുന്നു ആക്രമണം നടന്നത്. കാര്യമായിട്ടുള്ള ഒരു തകർച്ചയോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി നടത്തി എന്നാണ് IRGCയുടെ രാവിലെ അവർ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. തുടർന്നാണ് ബഹ്റൈൻ്റെ ഒരു സ്ഥിരീകരണം വരുന്നത്. തങ്ങളുടെ മനാമയിലുള്ള US സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നതായിട്ട് ബഹ്റൈൻ സ്ഥിരീകരിച്ചു. അതിനെ പൂർണ്ണമായിട്ടും അപലപിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നു. തുടർന്ന് വീണ്ടും ഒരു കപ്പലിന് നേരെ കൂടി ഇന്ന് ആക്രമണം നടന്നു. വലിയ തോതിലുള്ള എണ്ണ കൊണ്ടുപോകുന്ന ഒരു കൂറ്റൻ ചരക്ക് കപ്പലിന് നേരെയായിരുന്നു ആക്രമണം. ആ കപ്പലിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പൽ ജീവനക്കാരെ എല്ലാം സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് റിപ്പോർട്ട്. തുടർന്നാണ് ഈ പൊതുവായി ഇപ്പം ഒമാൻ സമുദ്ര തീരത്തോട് ചേർന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റു വൻശക്തി രാജ്യങ്ങളും ചേർന്ന് ഒരു ബദൽ കപ്പൽ പാത രൂപപ്പെടുത്താനുള്ള നീക്കം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. UN മേൽനോട്ടത്തിൽ അതിലൂടെ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് നീങ്ങാനുള്ള ഒരു അവസരമായിട്ടും അത് മാറിയിരുന്നു. പക്ഷേ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ അനുമതി കൂടാതെ ഹോർമുസിന്റെ ആ പ്രദേശത്തിലൂടെ തങ്ങൾ നിർണയിച്ച പാതയിലൂടെ അല്ലാതെ പോകുന്ന ഏത് കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ സേന നൽകിയത്. അതിന്റെ ഒരു ഭാഗമായിരിക്കണം ഇന്ന് നടന്നിരിക്കുന്ന പുതിയ ഈ കപ്പൽ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണ പ്രകാരം ഈ ഹോർമുസിൽ തങ്ങളുടേതായിട്ടുള്ള സൈനിക സാന്നിധ്യം വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കവും ആക്രമണവുമാണ് ഇവിടെ തുടരുന്നത്. അത് അനുവദിക്കാനാവില്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതേ സ്വഭാവത്തിൽ അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പത്തിലാണ് ഇറാൻ സേനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. കാരണം തങ്ങളുടേതായിട്ടുള്ള പരമാധികാരത്തിലുള്ള ഒരു കപ്പൽ പാതയാണിത്. ഒമാനുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീർപ്പിലേക്ക് തങ്ങൾ എത്താനിരിക്കുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ആരായും. അമേരിക്കയ്ക്ക് ഈ കപ്പൽ പാതയിൽ യാതൊരു അവകാശവുമില്ല. അവർ സൈനികമായിട്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെ തുല്യ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഏറ്റവും അവസാനമായിട്ട് IRGC നൽകുന്നത്. ഈ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥ എത്ര കണ്ട് ഇതിനിടയിലാണല്ലോ ഇപ്പോൾ ഇന്ന് വെളുപ്പിന് ഇറാൻ നഗരത്തിന് നേർക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിന് പിന്നിൽ ഈ ആക്രമണം നടത്തിയത് അമേരിക്കയാണോ അതോ ഇസ്രായേൽ ആണോ? ഇത് സംബന്ധിച്ച് എന്താണ് ഇറാൻ നൽകുന്ന വിശദീകരണം? അപ്പോൾ അതിന് മറുപടിയായിട്ടാണ്
ബഹ്റൈനിലേക്ക് ഇറാന്റെ തിരിച്ചടി എന്ന് വെച്ചാൽ ബഹ്റൈനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടായത്, അതിന്റെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? സൈഫുദ്ദീൻ, സിറിക്ക് എന്ന പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുറമുഖ നഗരം കൂടിയാണ്. അവിടേക്കാണ് US സെൻട്രൽ കമാൻഡിന്റെ ആക്രമണം നടന്നത്. ആക്രമണം അരമണിക്കൂറിലേറെ നേരം നീണ്ടു നിന്നു. അതിന്റെ വീഡിയോ ചിത്രങ്ങളും US സെൻട്രൽ കമാൻഡ് ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തെ ഔദ്യോഗികമായി തന്നെ അമേരിക്ക സ്ഥിരീകരിച്ചു. കാരണം ഇന്നലെ വൈകിട്ടാണ് US പ്രസിഡന്റ് ട്രംപ് നേരത്തെ ഒരു കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം വ്യവസ്ഥയുടെ ലംഘനമാണ്, ധാരണാപത്രത്തിന്റെ ലംഘനമാണ്, അതുകൊണ്ട് ഏറ്റവും വിഡിത്തം നിറഞ്ഞ ഒരു നടപടിയാണിത്, ഇത് അംഗീകരിക്കാനാവില്ല എന്നൊരു പ്രതികരണം നടത്തിയത്. അതിന്റെ പിന്നാലെയാണ് ഇറാൻ നഗരത്തിന് നേരെ ആക്രമണം നടത്താനുള്ള ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയതെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ആക്രമണം വളരെ പരിമിതമായിരുന്നു. ഏതെങ്കിലും അർത്ഥത്തിൽ വ്യാപ്തിയുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഈ ആക്രമണം നീങ്ങുകയില്ല. അത് സമാധാന പ്രക്രിയയെ വലിയ തോതിൽ അട്ടിമറിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും പരോക്ഷമായിട്ടാണെങ്കിലും വ്യക്തമാക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും പാകിസ്ഥാനും അതേ നിലപാട് തന്നെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഈ സാങ്കേതിക തല ചർച്ച പുനരാരംഭിക്കേണ്ടത്. ആ ചർച്ചയ്ക്ക് പിന്നാലെ ആണവ വിഷയം ഉൾപ്പെടെയുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്കും ധാരണയിലേക്കും വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ 2 മാസ കാലയളവിനുള്ളിൽ ഒരു അന്തിമ കരാറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ആ സമാധാന നീക്കം മുന്നോട്ട് പോകണമെന്നാണ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ ഹോർമുസ് ഇങ്ങനെ കലുഷിതമായി തുടരുന്നത്, അവിടെ സംഘർഷവും ഏറ്റുമുട്ടലും തുടരുന്നത് തീർച്ചയായിട്ടും ഈ പ്രക്രിയയെ ബാധിക്കും. അതോടൊപ്പം തന്നെയാണ് ലെബനാനിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒരു പുതിയ കരാർ, ഒരു ഫ്രെയിംവർക്ക് കരാറിന് രൂപം നൽകിയിട്ടുണ്ട്. ലെബനാനും ഇസ്രായേലുമാണ് ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ ആ കരാർ പൂർണ്ണമായിട്ടും തങ്ങൾ നിരാകരിക്കുന്നതായി ഹിസ്ബുല്ല മേധാവി അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലെബനാന് നേർക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ ഏകപക്ഷീയമായി തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ IRGC നൽകിയിട്ടുണ്ട്. അതും കൂടി വരികയാണെങ്കിൽ, ഹോർമസിന് പുറമെ ലെബനാൻ പ്രശ്നം കൂടി സങ്കീർണമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമാധാന പ്രക്രിയക്ക് തിരിച്ചടി ഏൽക്കും. പക്ഷേ അതിനെ മറികടക്കാൻ തിരക്കിട്ട ആശയവിനിമയമാണ് പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മേൽനോട്ടത്തിൽ ഇറാനും അമേരിക്കയുമായി ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സമാധാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ തിരിച്ചു വരും. അതല്ല, ചെറിയ ഒരു പിഴവിന്റെ പേരിൽ ഒരുപക്ഷെ ഈ ഹോർമസിൽ വീണ്ടും പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നൊരു ആശങ്ക കൂടി ഈ രാത്രിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്.